നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് മഹാന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞല്ലോ, ആ യഥാർത്ഥത്തിലുള്ള മാർഗത്തിൽ നിലകൊള്ളുന്നവരാരാണ്? അത് ഞാനും എന്റെ സഹാബത്തും നിലകൊണ്ട വഴിയാണ്. അതാണ് കേരളക്കാർക്ക് എത്ര എളുപ്പം ക്ലിയർ ചെയ്യാം. കേരളീയരായ നമുക്ക് എത്ര എളുപ്പം ഈ വിഷയത്തിന് പരിഹാരം നൽകാം. ഇനി ഈ പ്രദേശത്തെ മുസ്ലിമീങ്ങള് ഖുതുബ ഓതുമ്പോൾ ഏത് ഭാഷയിലാകണം എന്നതിന് തെരുവിൽ കലഹിക്കേണ്ട കാര്യമുണ്ടോ? മാലിക് ദീനാർ പള്ളിക്കൊന്ന് വെള്ളിയാഴ്ച പോയി നോക്കിയാ പോരെ? ആ പള്ളിയിൽ സാന്നിധ്യം സ്വഹാബത്തിന്റെ ഉണ്ടായിട്ടില്ലേ? പഴയങ്ങാടി പള്ളി പോയി നോക്കിയാ പോരെ? കൊടുങ്ങല്ലൂർ പള്ളി പോയി നോക്കിയാ പോരെ? എന്തിന് ഈ സമുദായം കലഹിക്കണം എന്ന് ഹുസൈൻ സലഫി എന്നെ നമ്മളോട് ഈ ചോദിക്കുന്നത്. ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം ഏതാണോ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അറിയിച്ചു തന്നു. ഇനി നമ്മൾ എന്തിനാ ഇതിൽ തർക്കിക്കുന്നത്? അതാണ് ചങ്ങായിമാരെ ഞങ്ങൾ ചോദിക്കുന്നത്. ഈ വെള്ളിയാഴ്ച അറബിയിൽ ഖുതുബ ഓതുന്ന മാലിക് ദീനാർ പള്ളി ഇവിടെ ഉണ്ടാവുമ്പോ, ധർമ്മടം പള്ളി ഉണ്ടാവുമ്പോ, പഴയങ്ങാടി പള്ളി ഉണ്ടാകുമ്പോ, കൊടുങ്ങല്ലൂരിലെ പള്ളി ഉണ്ടാകുമ്പോ, ഈ മലയാളികളുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ കടൽ താണ്ടി പായക്കപ്പലിൽ കാറ്റിന്റെ ഗതി അനുസരിച്ച് ജീവൻ പണയപ്പെടുത്തി കടന്നു വന്ന സ്വഹാബത്തിന്റെ കൃത്യമായ ഒരു പാഠം നമ്മുടെ മുന്നിൽ ഉണ്ടാവുമ്പോ, മദീന പള്ളി കണ്ട സ്വഹാബത്ത് നമ്മുടെ നാട്ടിൽ വന്ന് മാലിക് ദീനാർ തങ്ങളുടെ പള്ളി ഉണ്ടാകുമ്പോ എന്തിനാ നമ്മൾ അതിൽ തർക്കിക്കണത്? തറാവീഹിൽ എന്തിനാ തർക്കിക്കണത്? ജാറും കെട്ടണില്ല എവിടെയാ തർക്കിക്കണത്? മാലിക് ദീനാർ പള്ളിയിലാണല്ലോ ഈ ജാറുള്ളത്, കൊടുങ്ങല്ലൂർ പള്ളിയിലല്ലേ ഈ മഖാമുള്ളത്. ആ സ്വഹാബിമാരിൽ നിന്ന് മതം പഠിച്ച മുഅ്മിനീങ്ങളല്ലേ ഈ മഖ്ബറ അവരുടേതായി സംവിധാനിച്ചത്. പിന്നെന്തിനാ നമ്മൾ തർക്കിക്കണത് എന്ന് സലഫിനോടും കൂടിയാ ഞാൻ ഈ ചോദിക്കണത്. പ്രശ്നം ഇവിടെ പരിഹരിച്ച് നിങ്ങളെ ഈ ജിന്നേർപ്പാടൊന്ന് പിരിച്ചുവിട്ടൂടെ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളുടെ വഴി നമ്മളങ്ങ് പഠിച്ചാൽ പോരെ? അതെ, മതി. നിങ്ങൾ പഠിക്കണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഡയലോഗ് നിങ്ങളുടെ പ്രവൃത്തിപഥത്തിൽ ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ ഈ സ്വഹാബത്ത് നിങ്ങൾക്കില്ലാതെ പോയാൽ എന്ത് ചെയ്യാനാണ്? അവരെ പിൻപറ്റിയ സഹാബാക്കൾ എന്തൊക്കെ വിശ്വസിച്ചോ, അവരെന്തൊക്കെ വിശ്വസിച്ചു, അംഗീകരിച്ചു, ആചരിച്ചോ, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതിയല്ലോ. അതിന് എളുപ്പം സാധാരണക്കാരെ നിങ്ങളിപ്പോ ഈ പലചരക്ക് പീടിയിൽ രാവിലെ പണിക്ക് പോകണം, മറ്റ് കൈക്കോട്ടൊത്താൻ പോകണം, ഗൾഫിൽ വിസ തീരാനയക്കും, അവിടെ പോകണം. നിങ്ങൾക്കൊക്കെ എളുപ്പത് മനസ്സിലാകാനുള്ള മാർഗം പെരുന്നള്ളിയാഴ്ച മാലിക് ദീനാർ പള്ളിയിൽ പോയാൽ മതി. ആ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ അവിടെ ഒരു ദിവസം കൂടിയാൽ മതി. ആ പള്ളിയിൽ വഹാബികൾ ആ പള്ളിയിൽ ഇന്ന് നടക്കുന്ന ആരാധനകൾ നേരത്തെ ഇല്ലായിരുന്നു എന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച ശേഷമാണ് മാലിക് ദീനാർ പള്ളിയിൽ അറബി ഖുതുബ തുടങ്ങിയത്, പെണ്ണില്ലാത്ത ജുമാ തുടങ്ങിയത്, 20 റക്അത്ത് തറാവീഹ് തുടങ്ങിയത് എന്ന് തന്റെ ഇടത്തോടെ സ്ഥാപിക്കാൻ ഈ നാട്ടിലെ വഹാബി പൗരോഹിത്യത്തിന് സാധിക്കാത്ത കാലത്തോളം വഹാബികളെ നിങ്ങളുടെ ഈ വാചക കസർത്തുകൾ നിങ്ങളെ തിരിഞ്ഞുകൊത്തുകയാണ്. മലർന്നു കിടന്ന് തുപ്പിയവന്റെ മുഖത്തേക്ക് ആ തുപ്പൽ ആഞ്ഞു പതിക്കുന്നത് പോലെ ഹുസൈൻ സലഫിയുടെ ഈ ഡയലോഗുകൾ സ്വന്തം മുഖത്തേക്ക് ആഞ്ഞു പതിച്ച് വികൃതമാവുകയാണ്. ഇത് തിരിച്ചറിയാൻ സംഘാടകരായ വഹാബികൾ വിശാല മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. ആ മാർഗത്തിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ ആ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമുള്ളത്, സ്വഹാബത്തിന് പരിചയമുള്ളത്, അതിലപ്പുറമുള്ള വിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോയാൽ, കർമ്മങ്ങളിലേക്ക് പോയാൽ അത് പഴച്ചു പോകുവാനുള്ള നിമിത്തമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വഹാബികൾ പിഴച്ചതാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ മംഗലാപുരത്തേക്ക് എന്ന ലക്ഷ്യത്തിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് കോഴിക്കോട്ടേക്കാണ് മൗലവിമാരെ. നിങ്ങൾ കോഴിക്കോട്ടേക്ക് ഉദ്ദേശിക്കുമ്പോൾ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കണില്ല. എത്ര ഡയലോഗാണ്, എത്ര മൊഞ്ചിലാണ് ഈ മൗലവി വിളിച്ചു പറയുന്നത്. പക്ഷേ പറയുന്നത് മനസ്സിൽ തട്ടിയിട്ടില്ല, മനസ്സറിയുന്നില്ല. ഇനി ചോദിക്കട്ടെ വഹാബികളെ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ചൊവ്വായ വഴി എന്നാണ് അർത്ഥം. എന്തിനാണ് നമ്മൾ വഴി എന്ന് പറയുന്നത്?